താൻ അധികാരമേൽക്കുന്ന 2025 ജനുവരി 20 മുമ്പ് ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിച്ചില്ല എങ്കിൽ പിന്നീട് ഹമാസിന് നരകമായിരിക്കും അനുഭവിക്കേണ്ടി വരിക എന്ന ഒരൊറ്റ വാക്കാണ് കഴിഞ്ഞ ദിവസം നടന്ന വെടിനിർത്തലിനും ബന്ദിമോചനത്തിനും കാരണമായതെന്നാണ് ലോകം മുഴുവൻ വിശ്വസിക്കുന്നതും യാഥാർത്ഥ്യവും അതുതന്നെയാണ്. ട്രംപിന്റെ സ്ഥാനാരോഹണം നടന്നതിന്റെ തൊട്ടുപിന്നാലെ അഭിനന്ദനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും എന്ന രണ്ട് മഹത്തായ രാജ്യങ്ങൾ തമ്മിലുള്ള ചരിത്രം പിറന്നതായിരുന്നു ട്രംപിന്റെ ആദ്യ പ്രസിഡൻഷ്യൽ കാലഘട്ടമെന്ന് നെതന്യാഹു അനുസ്മരിക്കുന്നു. ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്നുള്ള പിന്മാറ്റവും ജെറുസലേമിനെ ഇസ്രായേൽ തലസ്ഥാനമാക്കി അംഗീകരിച്ചതും അമേരിക്കൻ എംബസി ജെറുസലേമിലേക്ക് മാറ്റിയതും ഗൊലാൻ കുന്നുകളിലെ ഇസ്രായേലിന്റെ പരമാധികാരം അംഗീകരിച്ചതും ഇസ്രായേലും 4 അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള ചരിത്രപരമായ അബ്രഹാം ഉടമ്പടിക്ക് മേൽനോട്ടം വഹിച്ചതും നെതന്യാഹു അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുന്നു. വീണ്ടും ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ ഇനിയുള്ള കാലവും US-ഇസ്രായേൽ ബന്ധം കൂടുതൽ ഉയരത്തിലേക്ക് എത്തുമെന്നും നെതന്യാഹു പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. ഇസ്രായേൽ ജനതയെ പ്രതിനിധീകരിച്ച് ട്രംപിന് നന്ദി പറയുന്നെന്നും ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാനും ഹമാസിനെ നശിപ്പിക്കാനും ഇനിയൊരിക്കലും ഹമാസ് ഇസ്രായേലിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പാക്കാൻ ട്രംപിനൊപ്പം പ്രവർത്തിക്കാൻ താൻ ആഗ്രഹിക്കുന്നതായും നെതന്യാഹു പറഞ്ഞു. മിസ്റ്റർ പ്രസിഡന്റ്, എനിക്ക് ഉറപ്പുണ്ട് ഞങ്ങളുടെ സഖ്യത്തിന്റെ നല്ല നാളുകൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ എന്നും വ്യക്തമാക്കിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.